ഹലോ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പേരളശ്ശേരി സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പേരളശ്ശേരി ക്ഷേത്രം. വടക്കേ മലബാറിൽ തന്നെ പ്രധാന ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണിത്. പിന്നെ പഴനിയെ പോലെ തന്നെ പടിഞ്ഞാറോട്ടാണ് ദർശനം ഉള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ. പിന്നെ അങ്ങനെ തന്നെ അവിടെ നാഗാരാധനയും ഏറെ പ്രസിദ്ധമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ തന്നെയാണ്. പിന്നെ നമുക്ക് ശാസ്താവും ഗണപതി ഭദ്രകാളി ഒക്കെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ കാണാൻ കഴിയും. വലിയൊരു അശോകമരമൊക്കെ ഉണ്ട്, നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയും. അങ്ങനെ തന്നെ ഇവിടെ സർപ്പബലിയൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നമ്മളൊരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് രാമൻ്റെ വനവാസത്തിൽ നമ്മുടെ സീതയെ തട്ടിക്കൊണ്ട് പോയ ആ ഒരു സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും പിന്നെ ഹനുമാനും ലങ്കയ്ക്ക് പോണ ഈ വഴി കൂടെയാണ് പോയിരുന്നത്. അപ്പോൾ ഈ വഴി കൂടെ പോയപ്പോൾ ശ്രീരാമൻ എന്തോ തോന്നി, ഇവിടെ എവിടെയോ സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് തോന്നിയോ. അങ്ങനെ തന്നെ അവർ ആ സാന്നിധ്യം തോന്നിയിട്ട് ശ്രീരാമൻ ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരികയും, പണ്ട് ഈ ഒരു അമ്പലം പറഞ്ഞാൽ ഒരു അയ്യപ്പ അമ്പലമായിരുന്നു, ചെറിയൊരു അയ്യപ്പൻ്റെ ഒരു അമ്പലമായിരുന്നു. അപ്പോൾ അങ്ങനെ അയ്യപ്പൻ അമ്പലത്തേക്ക് വന്നിട്ട് അയ്യപ്പനോട് അനുവാദം ചോദിക്കുകയും ചെയ്തു. എന്താ വെച്ചാൽ അവിടെ ഒരു ഞാൻ സുബ്രഹ്മണ്യത്തിനെ പ്രതിഷ്ഠിച്ചോട്ടെ എന്നൊരു അനുവാദം ചോദിക്കുകയും, അങ്ങനെ അയ്യപ്പൻ്റെ അനുവാദം കിട്ടി. അങ്ങനെ തന്നെ ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, ഒരു പ്രതിഷ്ഠ, നല്ലൊരു വലിയൊരു പ്രതിഷ്ഠയെ അവിടെ നമുക്ക് പ്രതിഷ്ഠിക്കണം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ഹനുമാൻ അത് തേടി പോവുകയും ചെയ്തു. അപ്പോൾ പ്രതിഷ്ഠാ ദിനം ആയപ്പോൾ ഹനുമാൻ തിരിച്ചു വരാൻ വഴുകി. അപ്പോൾ ആ ഒരു സമയം തെറ്റിക്കണ്ട എന്ന് വിചാരിച്ച് ശ്രീരാമൻ എന്ത് ചെയ്തു വെച്ചാൽ, ശ്രീരാമൻ്റെ കയ്യിലുള്ള പെരുവള എടുത്തിട്ട് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മുടെ ഹനുമാൻ പ്രതിഷ്ഠയായിട്ട് എത്തുകയും ചെയ്തു. അപ്പോൾ ശ്രീരാമൻ ആ ഒരു പ്രതിഷ്ഠയെ പെരുവളയുടെ മുകളിൽ പ്രതിഷ്ഠിക്കാൻ നോക്കി. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, നമുക്ക് ആ ഒരു പെരുവള അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പ്രതിഷ്ഠിച്ചാലോ എന്ന് പറഞ്ഞ് ആ ഒരു പെരുവള എടുക്കാൻ നോക്കിയെന്നല്ല, അത് അവിടെ നിന്ന് ഇളകിയതുമില്ല, എടുക്കാൻ പറ്റിയതുമില്ല. എന്താ വെച്ചാൽ അത്രയും ഭാരം ആ ഒരു വളയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, അവിടെ നിന്ന് എവിടെന്നോ ഒരു സർപ്പം, ഒരു നാഗം ചുറ്റി വന്ന് ആ ഒരു വളയുടെ മുകളിൽ സ്ഥിതി ചെയ്തു. അപ്പോൾ ശ്രീരാമൻ എന്ത് പറഞ്ഞു വെച്ചാൽ, അത് ആ ഒരു നാഗം സുബ്രഹ്മണ്യം തന്നെയാണ്, സുബ്രഹ്മണ്യം ആ ഒരു രൂപത്തിൽ വന്ന് അവിടെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞ് പ്രതിഷ്ഠാ ചടങ്ങെല്ലാം കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തു. കാരണം ആ പ്രതിഷ്ഠയെ എന്ത് ചെയ്തു, തൊട്ടടുത്ത് വേറെ എവിടെയോ ഒരു അമ്പലം ഉണ്ടാക്കി അവിടെ പോയി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ സമയക്രമം പറയുമ്പോൾ രാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകിട്ട് 4 മണിക്ക് 4:30 തുറന്ന് 8 മണി വരെയൊക്കെ ഉണ്ട്. ഇവിടെ മെയിൻ കുറേ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. കുറേ നാഗപൂജ, ഞാൻ പറഞ്ഞ പോലെ നാഗാരാധനയും സർപ്പബലിയും. അങ്ങനെ തന്നെ ഈ അമ്പലത്തിലും മുട്ടയ്ക്ക് കുറച്ച് പ്രാധാന്യമുണ്ട്. മുട്ട ചടങ്ങുണ്ട്, പിന്നെ പാല് കൊടുക്കാറുണ്ട് ഈ നാഗത്തിനൊക്കെ. അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കവിടെ ആ പാർക്കിംഗ് സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു വലിയൊരു കുളമുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കുളം, ഒരു വെല്ലാകൃതിയിൽ ഒരു സ്റ്റെപ്പ്, ഒരു നല്ല സ്റ്റെപ്പായിട്ട് നല്ല മനോഹരമായിട്ട് ഒരു ചെയ്ത് വെച്ചിരുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഏറ്റവും വലുത്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ആരെങ്കിലും പുതുതായിട്ട് ചാനലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര മാത്രം, അടുത്തൊരു വീഡിയോ നമ്മൾ പുതിയൊരു സ്ഥലത്തായിരിക്കും, പുതിയൊരു സ്ഥലത്തിന് എക്സ്പ്ലോർ ചെയ്യും. അതുവരെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.